മലയാളികളുടെ കുടുംബ സദസ്സുകളിലേക്ക് TV സീരിയലുകൾ വേരുറപ്പിച്ച കാലത്ത് പ്രായഭേദമന്യേ സ്ത്രീ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഒരു സുന്ദരി. വിടർന്ന കണ്ണുകളും കുസൃതി നിറഞ്ഞ മുഖവുമായി നമ്മുടെ സ്വീകരണ മുറികളിൽ നിറഞ്ഞു നിന്നിരുന്ന ആ നാടൻ പെൺകുട്ടി, അതെ, രശ്മി സോമൻ എന്ന ഗുരുവായൂർക്കാരി. സ്കൂൾ പഠനകാലത്ത് മലയാളത്തിലെ എണ്ണമറ്റ ചിത്രങ്ങളിലൊന്നായ PT കുഞ്ഞുമുഹമ്മദിന്റെ മഗരീബയിലൂടെ അഭ്രപാളിയിലേക്ക് അരങ്ങേറ്റം. പിന്നീട് നോവലിസ്റ്റും സംവിധായകനുമായ സിദ്ദീഖ് ഷമീറിന്റെ ഇഷ്ടമാണ് നൂറുവട്ടത്തിലെ നായികാവേഷം, എന്ന് സ്വന്തം ജാനകിക്കുട്ടി, വർണ്ണപകിട്ട് എന്നീ ചിത്രങ്ങളിലെ മികച്ച വേഷം. ഏതൊരു കലാകാരിക്കും സ്വപ്നം കാണാനാവാത്ത തുടക്കമായിരുന്നു രശ്മി സോമന് ലഭിച്ചത്. പിന്നീട് മലയാള സീരിയൽ രംഗത്ത് തൻ്റെതായി ഇടം കണ്ടെത്തി മികച്ച കഥാപാത്രങ്ങളെ തൻ്റെ അഭിനയ മികവ് കൊണ്ട് ശ്രദ്ധേയമാക്കിയ രശ്മി സോമൻ തൻ്റെ സന്തോഷങ്ങൾ ബിഗ് ന്യൂസുമായി പങ്കുവയ്ക്കുന്നു. പ്രീ ഡിഗ്രി ആ സമയം തൊട്ടിട്ട് ഞാൻ സീരിയലായിട്ട് ബിസി ആയിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്, ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് സീരിയൽ അഭിനയിക്കുന്നത്. അപ്പോൾ ആ കാലം തൊട്ടിട്ട് കുറച്ച് ബിസി ആയിരുന്നു. കോളേജിലൊന്നും അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് അറ്റൻഡൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ കോളേജ് ശരിക്കും പറഞ്ഞാൽ അന്നൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ MBAക്ക് പഠിക്കുമ്പോഴാണ് അത് ശരിക്കൊരു ഫുൾ ഫ്ലെഡ്ജ് ക്യാമ്പസ് അല്ല കോളേജിൻ്റെ പോലെ. പക്ഷേ എന്നാൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവുക അവിടെ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ദുബായിലാണ്. ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യാണ്. അപ്പം അത് വേറൊരു ലൈഫ്. ഞാൻ ദുബായിൽ മുമ്പ് പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ 2 ദിവസം നമ്മൾ എന്തെങ്കിലും ഷോസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം ശരിക്കും അവിടെ കാണാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ലൈഫ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാണ്. വളരെ റിലാക്സ്ഡ് ആണ് ഇപ്പോൾ. അക്ഷയപാത്രം, താലി, ഭാര്യ, അക്കരപ്പച്ച തുടങ്ങി നിരവധി സീരിയലുകളിൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി. പിന്നീട് തന്റെ വിദ്യാഭ്യാസത്തിനു വേണ്ടി അഭിനയ രംഗത്ത് നിന്നും താൽക്കാലികമായി വിട പറഞ്ഞ രശ്മി നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിയിരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഈ സാരി ഉടുത്ത് എന്നെക്കാട്ടിലും ഒരുപാട് പ്രായമുള്ള ക്യാരക്ടേഴ്സാണ്. ഞാൻ ഞാൻ പറഞ്ഞില്ല, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ ചെയ്ത ക്യാരക്ടർ തൊട്ടിട്ട് എല്ലാം അങ്ങനെയാണ്. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തങ്ങൾ വരണില്ല, ഒരു വ്യത്യസ്തമായിട്ടൊന്നും. അപ്പം മാക്സിമം ഉള്ളതിൽ ഞാൻ വ്യത്യസ്തമാക്കാൻ നോക്കിയിരുന്നു. നമ്മുടെ ഇപ്പം എങ്ങനെയാണ് വ്യത്യാസം, ഇപ്പോൾ അഭിനയത്തിൽ കരച്ചിൽ വേറെ രീതിയിൽ പലതരത്തിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമിൽ വ്യത്യാസം വരുത്താൻ നോക്കും, മേക്കപ്പിൽ കുറച്ച് അങ്ങനെയൊക്കെ അല്ലാണ്ട് വേറൊരു പ്രത്യേക തരത്തിലുള്ളൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരേ സാധനം കുറേ ദിവസം ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക അങ്ങനെ. അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വേറെ എന്തെങ്കിലും കിട്ടണം. അത് എന്നെ സംബന്ധിച്ചിടത്ത് അങ്ങനെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ സീരിയലിൽ ഒരു പർട്ടിക്കുലർ ഒരു നായിക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത ഒരു വിവാഹിത എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വ്യത്യസ്തമായ ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അത് കുറച്ച് ഡേറ്റ് പ്രശ്നങ്ങൾ കാരണം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇനി എനിക്കങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്യാം എന്നുണ്ട്. എനിക്കൊക്കെ ഒരു കഥ പറഞ്ഞു തരും. എന്നിട്ടാണ് ആ സീരിയൽ, അതിൽ നിന്നും ഒരുപാടൊന്നും വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ അഭിനയിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോ ഷെഡ്യൂളിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുമെന്നല്ലാണ്ട് വലിയ വ്യത്യാസങ്ങൾ വരുത്തുക അല്ലെങ്കിൽ ഭയങ്കരമായ ട്വിസ്റ്റ് അല്ല, നല്ല കഥയുണ്ടാവും എപ്പോഴും ആ ഒരു സംഭവത്തിനൊക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഥയല്ല, സിറ്റുവേഷൻസാണ് കൂടുതൽ. കുറേ കോസ്റ്റ്യൂംസിനും മേക്കപ്പിനും ഒക്കെ ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത സീരിയലിൽ തന്നെ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്തപ്പോൾ അതിനകത്തൊരു ടീച്ചറായിരുന്നു. ഭയങ്കര നോർമൽ, വളരെ മിനിമം മേക്കപ്പും വളരെ മിനിമം ആയിട്ടുള്ള കോസ്റ്റ്യൂംസും ആക്സസറീസും ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അതൊരു 1.5 കൊല്ലത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് അത് ടെലികാസ്റ്റിന് തുടങ്ങിയത്. അപ്പോഴത്തേനും പിന്നെ പറഞ്ഞു ഫുൾ റിച്ചായിട്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ റിച്ചാവാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ സങ്കടം വരും. നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ കൊന്നുകളയണ പോലെ തോന്നും. സീരിയലിൽ പെണ്ണുങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ സിനിമയിൽ പുരുഷ മേധാവിത്വമാണ്. ഇപ്പം ഞാൻ ദുബായിക്ക് തിരിച്ചു പോവാണ്. അപ്പം അവിടെ പോയിട്ട് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്നുണ്ട്. അത് ഭയങ്കര പാടാന്ന് കേൾക്കണു. അവിടെ എല്ലാവർക്കും പെട്ടെന്നൊന്നും കിട്ടില്ല ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊക്കെ കേൾക്കണു. അതെടുക്കണം. പിന്നെ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിക്കണേക്കാട്ടിലും പകരം അദ്ദേഹം ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ജോലി എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. പപ്പയും അമ്മയും ഗുരുവായൂരാണ്. പപ്പ സോമൻ, രശ്മി സോമനിലെ സോമൻ. അമ്മ രാജലക്ഷ്മി, ഹൗസ് വൈഫാണ്. പപ്പ സൗദിയിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഗോപിനാഥ് എന്നാണ്. പുള്ളി ദുബായിലാണ് വർക്ക് ചെയ്യാണ്. ഒരു എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ കമ്പനിയിൽ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്.
അവർ ശരിക്കും പാലക്കാട് നിന്നാണ്. എല്ലാവരും പറയും ഹസ്ബൻഡിൻ്റെ മുഖം ഭയങ്കര ഫെമിലിയർ ആണ് എന്ന്. അത് എന്താ കാരണം എന്ന് വെച്ചാൽ പുള്ളി പണ്ട് ഏഷ്യാനെറ്റിൽ വഴിയോര കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരുടെ അടുത്ത്. അപ്പോൾ എനിക്കും അങ്ങനെയാണ്, പുള്ളീനെ കണ്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രോഗ്രാമിൻ്റെ സ്ഥിരം പ്രേക്ഷകയായിരുന്നു. കുടുംബവുമായി സമയം ചെലവിടാനാണ് ഏറെ ഇഷ്ടപ്പെടുന്നതെന്ന് രശ്മി പറയുമ്പോഴും മികച്ചതും വ്യത്യസ്തവുമായ കഥാപാത്രങ്ങളുമായി രശ്മി സോമൻ തിരിച്ചെത്തുമെന്ന് മലയാളി പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം.